ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ടുഡേ വി ആർ ഗോയിങ് ടു മേക്ക് സം ഡെലീഷ്യസ് ആൻഡ് ഹെൽത്തി മീൽ. ഇറ്റ് വാസ് വൺ ഓഫ് മൈ ഓൾ ടൈം ഫേവറേറ്റ് സാൽമൺ റെസിപ്പി. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നമുക്ക് നോക്കിയാലോ. യു എല്ലിൽ വന്നിട്ട് അത്യാവശ്യം നല്ല ഫ്രഷ്ലി ആയിട്ടുള്ള സാൽമൺ കിട്ടിയപ്പോൾ വേറെ ഒന്നും ചിന്തിച്ചില്ല, നമ്മുടെ ഐറ്റം എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാൽമൺ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആദ്യമൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമായിരുന്നു, പക്ഷേ ഇപ്പോൾ ലുലു അങ്ങനെ എല്ലാ സ്ഥലത്തും ഞാനിത് കണ്ടിട്ടുമുണ്ട്. കട്ട് ചെയ്ത് നല്ല പാക്കിങ്ങൊക്കെ ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് ഓൾസോ ഇറ്റ് വാസ് സോ ഗുഡ് ഫോർ ഹെൽത്ത്. നല്ല വിറ്റമിൻസും ഒമേഗ ഒക്കെ ഉള്ള ഒരു ഫിഷാണ് സാൽമൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ വരുന്ന അതിൻ്റെ സോസാണ്. ആ സോസ് വരുന്നത് ബട്ടർ, ഫ്രഷ് ക്രീം, അതുപോലെ മിൽക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. ആദ്യം തന്നെ നമ്മുടെ സാൽമൺ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഒലിവ് ഓയിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അല്ലാണ്ട് സൺഫ്ലവർ ഓയിലോ മറ്റ് റൈസ് ബാൻ ഓയിലോ ഒന്നുമല്ല, ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതൊരു അറബിക് ഫിഷ് എന്നാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ അതുപോലെ കുറച്ച് പെപ്പർ ഇട്ടു, അതുപോലെ സോൾട്ട് ഇട്ടു. നല്ലോണം നമ്മുടെ ഫിഷിനെ അങ്ങോട്ട് മാരിനേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുക. രണ്ട് വശവും തിരിച്ചിട്ട് നല്ലോണം തന്നെ അത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ ഇവിടെ ഒരാളുണ്ട് കേട്ടോ, ആളെ നമുക്ക് പരിചയപ്പെട്ടാലോ. സാൽമൺ റെസിപ്പി അല്ലേ? ഓംലെറ്റ് എങ്ങനെയാ ഉണ്ടാക്കുന്നത്? നോക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ ചേട്ടൻ്റെ മോള് ജോനൂസ്, നമ്മുടെ വാമികക്കുട്ടി. അപ്പോൾ ആളുടെ എഗ് ഫ്രൈ ഒക്കെ നിങ്ങൾ കേട്ടല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മുടെ ഫിഷ് നമ്മൾക്കൊന്ന് ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത് നമ്മൾ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. പാനിലേക്ക് ബട്ടർ ഇട്ടൊന്ന് മെൽറ്റ് ആകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനാണ്. ഒരു ഒനിയനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ ഫ്രഷ് ക്രീമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അമുലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ അധികം യൂസ് ചെയ്യാറ്. ഇത് ഇവിടെ യു എയിലാണ് ആയതുകൊണ്ട് അൽമറയുടെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പാസ്ലി ഫ്രഷ് പാസ്ലി കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് ഓപ്ഷണലാണ്. ഇത് ചീസാണ്. ചീസാകുമ്പോൾ കുറച്ചും കൂടി ക്രീമി ആയിരിക്കും. പിന്നെ ബട്ടർ. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. അപ്പം നമ്മുടെ ഫിഷ് രണ്ട് വശവും മറിച്ചിട്ട് ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫിഷ് റെഡിയാക്കുമ്പോഴേക്കും ഇവിടെ പാപ്പനും മോളും കൂടി ജിം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് കേട്ടോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ ഫിഷ് ഓൾമോസ്റ്റ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഈ സാൽമൺ ഫിഷിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നല്ലോണം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ് ടു 4 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഫിഷ് റെഡിയായി കിട്ടും. പിന്നെ ഇത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫിഷായ കാരണം പെട്ടെന്ന് പൊടിഞ്ഞു പോകാനുള്ള ചാൻസും ഇതിന് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ജോനൂസിൻ്റെ ബാക്കി കളികളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചോക്ലേറ്റ്സൊക്കെ എടുത്തിട്ട് മാമയുടെ വീഡിയോയിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളി ടേസ്റ്റാന്നൊക്കെയാണ് ആൾ പറയണേ. അപ്പോൾ നമ്മുടെ ഫിഷ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിൽ പിന്നെ നമ്മുടെ റിമൈനിങ് ഉള്ള ബട്ടറിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്തിരിക്കുന്ന ഒനിയൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫ്രഷ് ക്രീമാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫ്രഷ് ക്രീമും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഒനിയനും ഫ്രഷ് ക്രീമും കൂടി നല്ലോണം ഒന്ന് സെറ്റ് ആവട്ടെ. പിന്നെ നമ്മൾക്ക് ഇതിന് ഗ്രേവി വേണമെന്നുണ്ട്. കാരണം ഫ്രഷ് ക്രീം എപ്പോഴും നല്ല തിക്കാവും പെട്ടെന്ന് തന്നെ. അപ്പോൾ അതിലേക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാലാണ് യൂസ് ചെയ്യണത്. അപ്പം നമ്മൾ പാലൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പാലൊഴിച്ച് നമ്മുടെ ഗ്രേവി നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കേണ്ടത്. അപ്പോൾ ഉപ്പൊക്കെ ഏകദേശം കണക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് ആഡ് ചെയ്യേണ്ട വന്നിട്ടില്ല. പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ ഐറ്റം എന്ന് പറയുന്നത് പാസ്ലിയാണ്. അപ്പോൾ പാസ്ലി ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിൽ. പിന്നെ നമുക്കത് ഫിഷ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സാൽമൺ ഫിഷ് നമ്മുടെ ഗ്രേവിയിലേക്ക് ഡിപ്പ് ചെയ്തിട്ടുണ്ടൊന്ന്. അപ്പം അങ്ങനെ രണ്ട് വശവും നല്ല ക്ലിയർ ആയിട്ടൊന്ന് നമ്മുടെ ഗ്രേവിയിലേക്ക് നമ്മുടെ സാൽമൺ ഫിഷിനെ ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഗ്രേവിയുടെ ടേസ്റ്റും ഒക്കെ കൂടി നമ്മുടെ ഫിഷിലേക്ക് ഇറങ്ങണം. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ എല്ലാ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 2 വശവും തിരിച്ചിട്ട് നമ്മുടെ ആ ഗ്രേവിയിൽ ഫുള്ളായിട്ട് ആ ഗ്രേവി ഫിഷിൽ ഫുള്ളായി കോട്ട് ചെയ്യണ വരെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണിത്. അതിനെല്ലാം അതിൻ്റെ ഗ്രേവി മൊത്തം ഫിഷിലേക്ക് ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഏകദേശം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് അതിൽ കിടന്നൊന്ന് ആ ഫിഷ് നല്ലോണം ഒന്ന് ആവട്ടെ. അപ്പോൾ നമ്മുടെ ആ ഒരു ടേസ്റ്റ് അതിന് ആ ഫിഷിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുള്ളൂ. ഇപ്പോഴും ഞാൻ കുറച്ച് നമ്മുടെ പാസ്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാസ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഇവിടെ എല്ലാവർക്കും പാസ്ലി ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത്യാവശ്യം കണ്ടൻറ്റ് അതിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പാസ്ലിയുടെ ടേസ്റ്റ് ശരിക്കും നല്ല ഒരു ടേസ്റ്റാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചേട്ടനോട് ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാസ്ലിയുടെ ടേസ്റ്റ് ഇഷ്ടമാണോ എന്നൊക്കെ. അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു, നമുക്കും ഇഷ്ടമാണ്. സോ നമ്മൾ അതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം പാസ്ലി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇത് ഓപ്ഷണലാണ്. ഓൾറെഡി ഇവിടെ ചീസ് ഉള്ളത് കാരണം നമുക്ക് ചീസും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചീസ് സ്ലൈസ് ചെയ്ത ചീസ് അത് കയ്യിലെടുത്തപ്പോൾ പൊടിഞ്ഞു പോയതായിരുന്നു. അപ്പോൾ നമ്മുടെ ചീസ് നമ്മുടെ ഫിഷിൻ്റെ നമ്മളെ ഗ്രേവിയുടെ മുകളിലേക്ക് അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുത്തു. നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എന്നല്ല, ശരിക്കും റെഡി ആയിട്ടുണ്ട്, ഫുള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചീസിനെ ഒന്ന് മെൽറ്റ് ആവേണ്ട ടൈമും കൂടി മാത്രമേ വേണ്ടൂ. അപ്പോൾ നമ്മൾ ചീസ് റിമൈനിങ് ഉള്ള ചീസൊക്കെ ആ പൊടിഞ്ഞതൊക്കെ നമ്മൾ അതിൻ്റെ മേലേക്ക് വൃത്തിയായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും. പിന്നെ ഇതൊന്ന് അടച്ച് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു 1 to 2 minutes നമ്മളിതൊന്ന് അടച്ച് വയ്ക്കും. അപ്പോൾ നമ്മുടെ സമ്മതി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. കാരണം എത്ര ക്രീമിയാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഫിഷാണ് ഇത്, നമുക്ക് പറയാൻ തന്നെ പറ്റില്ല. കാരണം നമ്മൾ പൊതുവേ മലയാളീസ് എപ്പോഴും സ്പൈസി ആഗ്രഹിക്കും. നമ്മൾ ഫിഷ് ആണെങ്കിലും മീറ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ സ്പൈസി ഇട്ടിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുക. പക്ഷെ നിങ്ങൾ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ കാണുന്നില്ല ഇത് എന്തോരം സൂപ്പർ ക്രീമി ആയിട്ടാണ്. കാരണം ഇത് കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ശരിക്കും ഇളം ചൂടോടുകൂടി ഇത് കഴിക്കുകയാണെങ്കിൽ ആ ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞ് നല്ലൊരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്കത് കിട്ടുക. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മളിന്ന് ബ്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രെഡിനേക്കാളും ബെറ്റർ ഞാനാണ്. നമ്മുടെ ഗാർലിക് നാനോ ബട്ടർ നാനോ ഏതെങ്കിലും വാട്ട് എവർ യു ലൈക്ക് നമുക്ക് ചൂസ് ചെയ്യാം അത്. അപ്പോൾ നമ്മുടെ ഫിഷ് ഇതിവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബ്രെഡ് കൂടി കഴിക്കാം. കാണുമ്പോൾ തന്നെ അറിയാം ഇത് സൂപ്പർ ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.